all the people of Wayanad, regardless of whether you are from the UDF or from the LDF, I have a relationship with you. You're all my family members. We might disagree on our ideology, but we agree that we have a tremendous relationship with each other. കൊടി വരണ്ടാൻ തീരുമാനിച്ചവരെ, കൊടി വന്നാൽ ഏറ്റവും വലിയ കൊടി ഏതായിരിക്കും? വയനാട്ടിൽ ലീഗിന്റെ കൊടി. അപ്പൊ ആരെ കൊടിയാ? ലീഗിന്റെ കൊടി. ലീഗിന്റെ കൊടി കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം കണ്ടാൽ ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും ചിത്രം? അതുകൊണ്ട് തീരുമാനിച്ചു, ലീഗേ നിന്റെ കൊടി വേണ്ട. അപ്പൊ ലീഗ് പറഞ്ഞു നിന്റെ കൊടിയോ? അപ്പൊ അവർ പറഞ്ഞു എന്റെ കൊടിയും വേണ്ട. അപ്പൊ ലീഗും ഇല്ല, കോൺഗ്രസും ഇല്ല, കൊടിയേ ഇല്ല. കേവലം ബലൂണും കൊണ്ട് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ ഒരു നേതാവ് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ അവന്റെ കൊടി ഉയർത്താൻ പറ്റാത്തൊരവസ്ഥ. നമസ്കാരം. വയനാട്ടിൽ രാഹുലിന് വീണ്ടും വൻ വരവേൽപ്പ്. ആദ്യ വരവിൽ കോൺഗ്രസും UDFും തൂത്തുവാരി. രണ്ടാം വരവിൽ അതിന്റെ ആവർത്തനമുണ്ടാകുമോ? ഇന്ത്യ സഖ്യം കേരളത്തിലില്ല എന്ന് പറയുമ്പോഴും സഖ്യത്തിന്റെ ഊഷ്മളത നിലനിർത്തിയുള്ള രാഹുലിന്റെ സാന്നിധ്യം ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുമോ? ലീഗിന്റെ കൊടിക്ക് കഴിഞ്ഞ തവണ വിലക്കുണ്ടായിരുന്നു. ഇത്തവണ കോൺഗ്രസിന്റെ കൊടിയും ഉയർന്നില്ല. കൊടി വിവാദമുയർത്തി MV ഗോവിന്ദൻ തുടങ്ങിവെച്ച വിമർശനം BJPക്ക് ആയുധം കൊടുക്കലോ? രാഹുൽ പ്രധാനമന്ത്രിയാകും എന്ന് നിഷ്കളങ്കർ വിശ്വസിച്ചതാണ് കഴിഞ്ഞ തവണത്തെ UDF സുനാമിക്ക് കാരണം എന്നാണ് പിണറായി പറഞ്ഞത്. അന്നത്തേക്കാൾ സംഹാരശേഷിയോടെ BJP നിൽക്കുമ്പോൾ ടീം രാഹുലിനെ തള്ളാനോ ശക്തി പകരാനോ നിഷ്കളങ്കർ നിശ്ചയിക്കുക. ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. നാടാകെ വയനാടാകുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും V ശിവദാസൻ MP, കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലി, BJP-യിൽ നിന്ന് KVS ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ നൌഷാദ് അലി, ഇന്നിപ്പോൾ ആവേശത്തോടെയുള്ള വരവേൽപ്പ് രാഹുലിനു വേണ്ടി സംഘടിപ്പിക്കാൻ UDFന് കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് നിസ്തർക്കമാണ്. പക്ഷേ അവിടെ MV ഗോവിന്ദൻ ഉയർത്തുന്ന വിമർശനത്തിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? വേണു, ഞാൻ MV ഗോവിന്ദൻ സഖാവിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം കേട്ടപ്പോൾ എന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് കഴിഞ്ഞ തവണ ചില ആളുകളൊക്കെ നിഷ്കളങ്കരൊക്കെ വിശ്വസിച്ചു പോയി എന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഇത്തവണ ഒരു കാരണവശാലും BJP അല്ലാതെ ആരും അധികാരത്തിലേറില്ല, അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് കൂടുതൽ എണ്ണം കിട്ടിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ എന്നാണ് ശ്രീ MV ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഇവരൊക്കെ സങ്കുചിതവും പ്രതിലോമകരവുമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനോടുള്ള ശത്രുത മുൻനിർത്തി ഇവർ കേന്ദ്രത്തിൽ BJP വരുമെന്നൊക്കെ വ്യംഗ്യമായിട്ടങ്ങ് സ്ഥാപിച്ച് വോട്ടുകൾ വാങ്ങാൻ വരെ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ആദർശ ശുദ്ധിയും ആശയബോധവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അവർക്ക് ആശങ്കകളുണ്ട് എന്നുള്ളത് അത് ചില അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായങ്ങളുണ്ടാകാം. അവർക്ക് അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നതിൽ അവരെ വിലക്കുന്നതിൽ അർത്ഥമില്ല, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി 2019 ജയിച്ച ഒരു സീറ്റിലാണ് വീണ്ടും വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ മുന്നോട്ട് വരുന്നു. അതൊക്കെ ഇവിടെ സ്വാഭാവികതയായിട്ട് അതിനകത്തൊരു പുതുമയില്ലാത്തൊരു കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ട് വയനാട് മാറിക്കഴിഞ്ഞു. അവിടേക്ക് അദ്ദേഹം വീണ്ടും വരുന്നു എന്ന അർത്ഥത്തിലാണ് കേരളത്തിലെ സമ്മതിദായകരായാലും ജനാധിപത്യ വിശ്വാസികളായാലും അതിനെ നോക്കിക്കാണുന്നത്. രണ്ടാമതായിട്ട് രാജ്യമുടനീളം ഒരു BJP വിരുദ്ധത മെല്ലെ മെല്ലെ പടർന്നു കയറുന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അവർ 400 സീറ്റെന്നോ 370 സീറ്റെന്നൊക്കെ KP നൌഷാദിലെ അങ്ങീ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളോടൊന്നും ഒരു വിയോജിപ്പുമില്ല. പക്ഷേ കാതലായി ഉയർന്ന ചോദ്യത്തിനുള്ള മറുപടി ദയവീത് അങ്ങ് നൽകുക. ഇപ്പോൾ ധാരാളം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ
ഈ പറയുന്ന റോഡ് ഷോയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയത് ഈ നാട് കണ്ടതാണ്. അവിടെയൊക്കെ ആകാശത്ത് പാറിപ്പറന്നത് നിങ്ങളുടെ പതാകയാണ്. അതിൻ്റെ അഭാവം എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുക? വയനാട്ടിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ കൊടി എവിടെ പോയി? വേണു, ഇതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് പഴയ ഇന്ത്യ അല്ല. ഇവിടെ അസത്യങ്ങളും വ്യാജങ്ങളും ഊതി വീർപ്പിച്ചുകൊണ്ട് നിരക്ഷര കുക്ഷികളായ ജനകോടികൾക്കിടയിൽ പരത്തി തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നൊരു രാഷ്ട്രീയം ഇവിടെ പയറ്റി വിജയിപ്പിച്ചൊരു പാർട്ടിയാണ് BJP. കഴിഞ്ഞ തവണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക അത് 1948 രാജാജി ഹാളിൽ വെച്ച് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ നേതൃത്വം നൽകി ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പാർട്ടിയാണ്. CPM മുന്നണിയിലും കോൺഗ്രസ് മുന്നണിയിലുമൊക്കെ മാറി മാറി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പുരോഗമിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ കൊടിയെ ഇവർ ഉത്തരേന്ത്യയിൽ പാകിസ്ഥാന്റെ പതാകയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് ലക്ഷോപലക്ഷം ആളുകളെ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ രാഷ്ട്രീയങ്ങളൊക്കെ അരങ്ങ് തകർക്കുന്നൊരു കാലത്ത് ഞങ്ങൾ വിജയിക്കുക, BJPക്ക് ആയുധം കൊടുക്കാതിരിക്കുക എന്നൊരു രാഷ്ട്രീയത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും പുണരും. ഒരു പിഴവും എതിരാളിക്ക് കൊടുക്കാത്ത വിധം തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കാര്യത്തിലൊന്നും മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഒന്നും രണ്ടഭിപ്രായമില്ല. പിന്നെ ഇതൊക്കെ പുറത്തുനിന്ന് ചില ആളുകൾ BJPയെ സഹായിക്കാൻ എന്നോണം ഇത്തരത്തിലൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ചും CPM ഒരു മതേതര ജനാധിപത്യ ചേരിക്കൊക്കെ കരുത്ത് പകരേണ്ട ഒരു പാർട്ടിയാണ്. അവരിത്തരത്തിൽ BJPക്ക് ആയുധം നൽകുന്ന വിധത്തിൽ അല്ലെങ്കിൽ BJPക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിലൊക്കെ കേരളത്തിലെ ചെറിയ ചത്വരത്തിനകത്തൊരു രാഷ്ട്രീയം മുൻനിർത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള ഒരു വലിയ കുണ്ഠിതം പ്രകടിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ശരി, ശ്രീ V. ശിവദാസൻ, ഇവിടെ കൊടി എന്തുകൊണ്ട് ഉയരുന്നില്ല? കൊടി താഴ്ത്താൻ നിർബന്ധിക്കപ്പെടുന്ന വ്യാജ പ്രചാരണത്തിന്റെ ശക്തി ദേശീയ തലത്തിൽ എത്രത്തോളം? അത് രാഷ്ട്രീയമായൊരു ബുദ്ധിശൂന്യതയായി മാറിക്കൂടാ. ഇതുമൊരു പ്രതിരോധമാണ് എന്നാണ് നൗഷാദ് അലി അടക്കം വിശദീകരിക്കുന്നത്. BJPയേക്കാൾ ആവേശത്തോടെ BJPക്ക് ഗുണകരമാകുന്ന ഈ ആയുധത്തിന്റെ മൂർച്ച എന്തിന് MV ഗോവിന്ദൻ പരിശോധിക്കുന്നു? ഇതിൽ KP നൗഷാദ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വരി CPM മതേതര ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ്, ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു പാർട്ടിയാണ്. CPM അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുന്നതിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് നേരത്തെ മത്സരിച്ച സീറ്റ് ഒഴിവാക്കി. ഏത്? രാജീവ് ഗാന്ധി ജയിച്ച, രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി ജയിച്ച, സോണിയാഗാന്ധി ജയിച്ച, രാഹുൽ ഗാന്ധി 2004-ലും 2009-ലും 2014-ലും ജയിച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അമേത്തി സീറ്റ് ഉപേക്ഷിച്ച് കേരളത്തിലെ വയനാട്ടിൽ വന്നിട്ട് വയനാട്ടിൽ ഇടതുപക്ഷത്തോട് ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJP വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി, ആ മുന്നണിക്കെതിരായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ആളെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് മത്സരിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇന്നലെ വരെ മത്സരിച്ച കളം വിട്ട് അത് BJP ജയിച്ചു കൊള്ളട്ടെ, BJPക്ക് എഴുതി കൊടുത്തതുപോലെ മത്സരിക്കാൻ, BJPയോട് എതിരിടാൻ, നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റമില്ലായ്മയാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാൻ കാരണമെന്ന്. ശിവദാസൻ, രാഷ്ട്രീയം എന്ന് പറയുന്നത് മല്ലയുദ്ധമല്ലല്ലോ, അല്ലെങ്കിൽ മുഷ്ടിയുദ്ധമല്ലല്ലോ. ഇതിൽ തന്ത്രങ്ങൾ തന്നെയാണ് ആത്യന്തികമായി പ്രയോഗിക്കേണ്ടത്, അല്ലേ? അപ്പൊ തന്ത്രപരമായൊരു സമീപനം എടുക്കുന്നത് രാഷ്ട്രീയമായ വിവേകമില്ലായ്മയാണ്, അല്ലെങ്കിൽ BJPയെ നേർക്കുനേർ എതിരിടലല്ല എന്നത് ലളിതമായൊരു വ്യാഖ്യാനമാണ്. നിങ്ങളെ തൊടുന്നു, നിങ്ങൾക്ക് നോവുന്നു എന്നത് മാത്രമാണ് നിങ്ങളുടെ ഈ പരിദേവനത്തിന്റെ രാഷ്ട്രീയം. ആ വിമർശനവും പ്രസക്തമാണ്, അങ്ങനെ ഉയരുന്ന വിമർശനവും. ഇവിടെ ചോദ്യം അതല്ല ശിവദാസൻ. ഈ കൊടിയിലേക്ക് തന്നെ നമുക്ക് ആദ്യം ഊന്നാം. ഇവിടെ നിങ്ങൾ പറയുകയാണ് ഇവർ കൊടി ഉയർത്തുന്നില്ല എന്ന്. ഇവർ കൊടിയുയർത്തിയ സന്ദർഭമുണ്ടല്ലോ 2019. അതെന്ത് വ്യാഖ്യാനങ്ങൾക്കാണ് വഴിവെച്ചത്? നിങ്ങൾ നോക്കൂ, വയനാട്ടിൽ ലീഗിന്റെ കൊടിയുയരുമ്പോൾ അത് പാകിസ്ഥാനാണോ എന്ന് സംശയിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഈ രാജ്യത്തുണ്ട് എങ്കിൽ അവിടെ വയനാട്ടിലേക്ക് മാത്രമായി കാര്യങ്ങളെ ചുരുക്കിക്കണ്ടാൽ നിങ്ങൾക്ക് അനുകൂലമായേക്കാം. അങ്ങനെയാണോ വേണ്ടത്? ഇതേ ആഭ്യന്തരമന്ത്രിയും ഇതേ പ്രധാനമന്ത്രിയും കേരളത്തെ പൊതുവിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? കേരള സ്റ്റോറിയായി അവർ കർണാടകത്തിൽ എന്താണ് പ്രചരിപ്പിക്കാൻ മുതിർന്നത്? UPയിൽ ഭരണത്തിലേക്ക് വീണ്ടും ഭരണ തുടർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏത് നാടാകരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യോഗി ആദിത്യനാഥ് പ്രചാരണം നടത്തിയത്. ഇതേ യോഗി വയനാടിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നോ?
കേരളത്തെ പറ്റി പൊതുവിൽ പറയുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് നൊന്തത്? അപ്പോൾ നിങ്ങൾക്ക് നോവുന്ന മർമ്മങ്ങൾ മാത്രമല്ല രാഷ്ട്രീയം. അങ്ങയുടെ നീണ്ട ചോദ്യം, ആ നീണ്ട ചോദ്യത്തിന് ആ സമയം, അങ്ങ് ചോദ്യം ചോദിച്ചൊരു സമയം എനിക്ക് ഉത്തരം പറയാനും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതുത്തരത്തെക്കാളും നീണ്ടതായി അങ്ങയുടെ ചോദ്യം മാറിയിട്ടുണ്ടല്ലോ. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം അത് രാഹുൽ ഗാന്ധിയുടെ ഹോം സ്റ്റേറ്റാണ്. രാഹുൽ ഗാന്ധി അവിടെ നേരത്തെ മത്സരിച്ചയാളാണ്. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തൊരു പ്രസക്തമല്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വയനാട്ടിലെ കോൺഗ്രസിനെ തന്നെ അദ്ദേഹം ഇല്ലാതാക്കുമെന്ന് കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. ഒരു MP എടുക്കേണ്ടുന്ന പണി എന്തെങ്കിലും അദ്ദേഹം എടുത്തോ വയനാട്ടിന് വേണ്ടി? വയനാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ MP എന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞോ? പാർലമെന്റിൽ വയനാട്ടിന് വേണ്ടി എന്തെങ്കിലും വിഷയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിത ദുരിതത്തിന് ശിവദാസൻ, എന്റെ ചോദ്യം കൊടിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയായിരുന്നു. താങ്കൾ അതിന്റെ നീളം അളക്കുമ്പോ ആ ചോദ്യത്തിന്റെ അർത്ഥവും കൂടെ അളക്കണം മറുപടി പറയുമ്പോൾ. മറുപടി പറയുമ്പോൾ പ്രിയപ്പെട്ട വേണു, അങ്ങനത്തെ ഇറിറ്റേഷൻ കാണിക്കുന്നത് ഞാനൊരു അങ്ങയുടെ എസ് ഓർ നോ ക്വസ്റ്റ്യന് ആൻസർ പറയാനല്ല ഞാനിവിടെ വന്നിരുന്നിട്ടുള്ളത്. എൻ്റെ രാഷ്ട്രീയ നിലപാട് പറയാനാണ്. ആ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ അങ്ങ് ചോദിച്ച ഉത്തരത്തിന് ഞാൻ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന സമയത്ത് എനിക്ക് മറ്റു കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടേ പറയാൻ പറ്റൂ. നേരത്തെ സംസാരിച്ചിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇടയ്ക്ക് ഇടപെട്ടിട്ട് തടസ്സപ്പെടുത്താതിരിക്കുക, അത് ഒരു മാന്യതയാണ്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഈ സമീപനം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗുകാരോട് എന്ത് പറയുന്നു? മുസ്ലിം ലീഗുകാർ അവരുടെ കൊടിയെടുത്തിട്ട് വരാൻ പാടില്ല എന്ന് പറയാണ്. മുസ്ലിം ലീഗുകാർക്ക് എത്രമേൽ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ കൽപ്പന വന്നല്ലേ പറയുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അവർ അങ്ങനെ പറയാൻ ഇടയായി എന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ കൊടിയില്ല, കോൺഗ്രസിൻ്റെ കൊടിയില്ല. കൊടിയുടെ കാര്യത്തിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. കൊടിയെടുക്കാതെ തങ്ങളുടെ കൊടി ആളുടെ കൂട്ടത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത കൊടിയാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളടക്കത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് വർഗീയതക്കെതിരായിട്ടുള്ള BJP ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും ഭീഷണിയായിട്ടുള്ള, മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളാകെ പ്രഖ്യാപിക്കുന്നു. BJPക്കെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ആളുകളും ഐക്യപ്പെടണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ മറ്റ് സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കി, BJPയുമായി ഏറ്റുമുട്ടേണ്ടുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് എവിടേക്കൊരാൾ വരികയാണ്? കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ സംഭവം ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് ജയിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം ജനങ്ങൾ സമ്മാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒളിച്ചോട്ടം, ഇന്നേ വരെ മത്സരിച്ച അമേത്തിയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, അമേത്തിയും രാഹുൽ ഗാന്ധിയുടെ കുടുംബവുമായിട്ടും കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റായ്ബറേലിയും അമേത്തിയും. ആ അമേത്തിയെ ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുകയും ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തോട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്ത ഒരാളാണ് രാഹുലും കോൺഗ്രസും എന്ന മെസ്സേജ് കോൺഗ്രസ്സുകാർ ഉൽപ്പാദിപ്പിക്കുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടുന്ന കാര്യം. അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച് പോയപ്പോൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള അനുഭവത്തെ വയനാട്ടിലെ വോട്ടർമാർ വിലയിരുത്തും. ചോദ്യത്തിൽ ഏറ്റവും പിറകിൽ, പാർലമെന്റിലെ ഇടപെടലുകളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നു. വയനാടിന് വേണ്ടി ശബ്ദിച്ചില്ല. കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാനുണ്ടായില്ല. എന്തിന്? 146 MLA മാർ പുറത്താക്കപ്പെട്ടപ്പോൾ ആ MLA മാരുടെ കൂട്ടത്തിൽ വയനാട്ടിലെ MP മാർ പുറത്താക്കപ്പെട്ടപ്പോൾ ആ MP മാരുടെ കൂട്ടത്തിൽ വയനാട്ടിലെ MP ഉണ്ടായിരുന്നോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഈ കൊടി പ്രശ്നത്തിൽ എന്താണ് സംസ്ഥാന BJP നേതാക്കന്മാർക്കുള്ള താല്പര്യം പോലും കേന്ദ്ര നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് നിങ്ങളുടെ? കാരണം അമിത്ഷാ ആയാലും ഇപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ പ്രഭാരി ആയാലും ഇന്നിപ്പോൾ നിങ്ങളുടെ ദേശീയ
നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ച പ്രതിനിധിയായാലുമൊക്കെ സംസാരിച്ചത് ഈ പറയുന്ന SDPI പിന്തുണയെ പറ്റിയാണ്. വയനാട്ടിൽ ഈ കൊടി പൊക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കോൺഗ്രസിനെ നിങ്ങൾ പ്രതിരോധത്തിലാക്കിയെന്ന അവകാശവാദം പോലും ദേശീയ നേതാക്കൾക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? അല്ല വേണു, ദേശീയ നേതാക്കന്മാർ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കും. കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ പ്രതികരണം ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വേണു മനസ്സിലാക്കുക, ഇതുപോലെ ഗതികേട് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇതുപോലൊരു നാണക്കേട് കോൺഗ്രസ്സിന് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? സ്വന്തം പതാക കോൾഡ് സ്റ്റോറേജിൽ വച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ ഏറ്റവും സമുന്നതനെന്ന് പറയുന്ന നേതാവ് വഴിയിലിറങ്ങി നടക്കേണ്ട ഗതികേട് അത് നിസ്സാര കാര്യമാണോ? മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ മാത്രമല്ല അവർ അടിയറ വച്ചത്. ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് പോപ്പുലർ ഫണ്ടിൻ്റെ മുമ്പിൽ പോലും അടിയറ വച്ചുകൊണ്ടാണ് ഈ ഒരു പൊറാട്ട് നാടകം വയനാട്ടിൽ നടത്തിയത്. പോപ്പുലർ ഫണ്ടിൻ്റെ മുമ്പിൽ പോലും അടിയറ വച്ചുകൊണ്ടാണ്. കാരണം UDFൻ്റെ നിലപാടെന്താ? നമ്മളൊക്കെ UDF രാഷ്ട്രീയത്തെ എത്രയോ കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ കാണുന്നു. എല്ലാ ഘടകകക്ഷികളുടെയും കൊടി വെച്ചുകൊണ്ടാണ് പ്രചരണം നടത്താറുള്ളത്. RSPD ഉണ്ടാവും, കേരള കോൺഗ്രസിൻ്റെ ഉണ്ടാവും, CMPയുടെ ഉണ്ടാവും, കോൺഗ്രസിൻ്റെ ഉണ്ടാവും, ലീഗിൻ്റെ ഉണ്ടാവും. ഇത്തവണ അവർക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടി അല്ലെങ്കിൽ SDPIയുടെ കൂടി കൊടി കെട്ടേണ്ടി വരും എന്നതുകൊണ്ടാണോ? എന്തൊരു ഗതികേടാ കോൺഗ്രസിന് വന്നത്. ഇത് ചരിത്രത്തിൽ ഉണ്ടാവിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവിനും അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ഒരു ഗതികേട് വന്നിട്ടുണ്ടാവില്ല. അത് രാഹുൽ ഗാന്ധി. പക്ഷെ രണ്ടുപേരുടെയും കൊടി പൊങ്ങിയ 2019 നിങ്ങൾ അതിനെ എങ്ങനെ വക്രീകരിച്ചു? അല്ല, അതിലേക്ക് വരാം. അതിന് മുമ്പൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണുവിനെ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1950 മറ്റാണ് പണ്ഡിറ്റ് നെഹ്റു കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിക്കേണ്ട വേദിക്ക് മുകളിൽ പച്ചക്കൊടി ഉണ്ടായിരുന്നു. കോഴിക്കോടാണ് വേദി. അന്ന് കോൺഗ്രസിൻ്റെ കൊടിക്കൊപ്പം പച്ചക്കൊടി ഉണ്ടായിരുന്നു ലീഗിൻ്റെ. അന്ന് നെഹ്റു പറഞ്ഞു ഈ കൊടി അഴിച്ചാലേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ലീഗിൻ്റെ പച്ചക്കൊടി അഴിപ്പിച്ചതിന് ശേഷമാണ് പണ്ഡിറ്റ് നെഹ്റു പ്രസംഗിച്ചത്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് കോൺഗ്രസ്സിന്. അതുകൊണ്ട് ഇവരിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ആ നെഹ്റു പരമ്പരയിലെ പുതിയ അവതാരമാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇവർ എന്തെല്ലാം വിളിച്ചു കൂവിയാലും ഇതൊരു നാണം കെട്ട കീഴടങ്ങലാണ്. മുസ്ലിം ലീഗിന് മുമ്പിൽ, പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ കീഴടങ്ങലാണ്. അത് രാജ്യം മുഴുവൻ കാണും, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും. വരുന്ന ദിവസം ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോൺഗ്രസിന്റെ 2019 കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ പാറിക്കളിച്ചു. ആ ഘട്ടത്തിൽ നിങ്ങൾ കൊടിയുടെ എണ്ണം എത്ര എന്ന് താരതമ്യം ചെയ്തു. അതിനുശേഷം ലീഗിന്റെ കൊടിക്കാണ് എണ്ണം കൂടുതലെന്ന് കണ്ടിട്ട് അത് പാകിസ്ഥാൻ കൊടി എന്ന നിലയിൽ നിങ്ങളുടെ യോഗി ആദിത്യനാഥ് അടക്കം വക്രീകരിച്ച് പ്രചരിപ്പിച്ചു. ആഭ്യന്തരമന്ത്രിക്ക് അഭിമാനകരമായി അദ്ദേഹത്തിന് തോന്നുമെങ്കിലും നിങ്ങളാണല്ലോ ഈ നാടിൻ്റെ സുരക്ഷയുടെ ഏകരക്ഷാകർത്താക്കൾ. നിങ്ങളെപ്പോലും ജാള്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ എന്ന്. അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലുള്ള ചിത്രണമായിരുന്നു? അല്ലെന്ന് ഇവര് മുസ്ലിം ലീഗ് അത്രമാത്രം പ്രിയപ്പെട്ട പാർട്ടിയാണെങ്കിൽ, അത്രമാത്രം അടുപ്പമുള്ള പാർട്ടിയാണെങ്കിൽ ഇവർ ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിം ലീഗിനെ കൊണ്ട് ഘടകകക്ഷിയായിട്ട് മത്സരിപ്പിക്കട്ടെ. ഇന്ത്യ മുന്നണിയിലുണ്ടല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമല്ലേ UP അല്ലെങ്കിൽ ബീഹാർ. അവിടെ കൊണ്ടുപോയിട്ട് മുസ്ലിം ലീഗിനെ മത്സരിപ്പിക്കട്ടെ കോൺഗ്രസ്സുകാർ. പച്ചക്കൊടി ഏന്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർ മത്സരിക്കട്ടെ. കുഞ്ഞാലിക്കുട്ടി പോയി പ്രചരണം നടത്തട്ടെ. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ വേണു മറന്നുകൂടാ, മുസ്ലിം ലീഗ് ഒരു ദേശീയ പാർട്ടി ആവാനുള്ള ശ്രമം നടത്തി. ബംഗാളിലും UPയിലും ബീഹാറിലും ഒക്കെ പോയി മത്സരിക്കാനുള്ള ശ്രമവും നടത്തി, ഓർമ്മയുണ്ടാവും. പക്ഷേ കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല. ഇത്തവണ അവർ മത്സരിപ്പിക്കട്ടെ എന്ന്. വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ തണലിലാണല്ലോ പച്ചക്കൊടി ഏന്തിക്കൊണ്ടല്ലേ കഴിഞ്ഞോടെ മത്സരിച്ചത്. ഇത്തവണയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ അരികെ തീർത്തിക്കൊണ്ടാണല്ലോ പത്രിക കൊടുക്കാൻ പോയതും പ്രചരണം നടത്തിയതും ഒക്കെ.
അതുകൊണ്ട് ഇവർക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ അവർ മുസ്ലിം ലീഗിനെയും കൂടി കൂട്ടി നിർത്തി നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കട്ടെ. എന്തിനാ മറച്ചു വയ്ക്കുന്നേ? ഇവിടെ കൂട്ടാമെങ്കിൽ എന്തുകൊണ്ട് ഓൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? ഒരു അഖിലേന്ത്യാ പാർട്ടിയല്ലേ. തമിഴ്നാട്ടിൽ ഇവർക്ക് മത്സരിക്കാം. കോൺഗ്രസിനും ലീഗിനും CPM-നും ഒക്കെ ഒറ്റ കെട്ടായിട്ട് മത്സരിക്കാം. അവിടെ ഇപ്പോൾ CPM-ന്റെ സുഹൃത്ത് പറഞ്ഞ എന്താ? ലീഗിനെ കുറ്റപ്പെടുത്തിയല്ലേ. കളിയക്കാവള കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നാൽ ഇവര് CPM-ഉം കോൺഗ്രസും ലീഗും ഒക്കെ ഒന്നിച്ചല്ലേ വീണു. ഒരേ കൊടി, ഒരേ നുഖത്തിലല്ലേ പച്ചക്കൊടിയും CPM-ന്റെ കൊടിയും DMK-യുടെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും കെട്ടുന്നത്. അവിടെ അവർക്കത് കെട്ടി പ്രചരണം നടത്താനുള്ള ധൈര്യമുണ്ട്. പക്ഷെ വയനാട്ടിൽ അതിനുള്ള ധൈര്യം കോൺഗ്രസ്സുകാർക്കില്ല, രാഹുൽ ഗാന്ധിക്കില്ല. നാണം കെട്ടി ലീഗുകാർ പോലും അവരുടെ കൊടി ഉയർത്താനുള്ള അവകാശം സറണ്ടർ ചെയ്യുന്നു. അതിന് ഞാൻ പറയുന്നത് പോപ്പുലർ ഫണ്ടിനെ ഭയന്നിട്ടാണ്. പോപ്പുലർ ഫണ്ടിന്റെ കൂടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇവർ ഇത്തരം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നാടകത്തിന് തയ്യാറായത് എന്നതാണ് ഞങ്ങളുടെ നിരീക്ഷണം. പക്ഷെ അങ്ങേക്കറിയുന്നത് പോലെ മറ്റ് ജില്ലകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾ പ്രകടന പത്രിക നൽകാൻ പോകുമ്പോഴായാലും റോഡ് ഷോ നടത്തുമ്പോഴായാലും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പതാകകളുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത പോപ്പുലർ ഫ്രണ്ടിനോടുള്ളൊരു വിധേയത്വം വയനാടിനോട് മാത്രമായി കാണിക്കുന്നത് എത്രമാത്രം അങ്ങയുടെ വാദഗതി യുക്തിസഹമാണെന്ന് അങ്ങ് ആലോചിക്കുന്നത് നന്നാകും. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ MN കാരശ്ശേരി, ഇവിടെ ഇപ്പോൾ മാഷ് പറഞ്ഞോളൂ. KVS മാഷ് പറഞ്ഞോളൂ. അല്ല വേണു, ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ UDF-ന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് 2 ദിവസമായിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ വേണോ വേണ്ടയോ? തുറന്ന് പറഞ്ഞുകൂടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ഇവർ തേടി. അതിനു മുമ്പത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-26 മണ്ഡലങ്ങളിൽ നോമിനേഷൻ കൊടുത്ത പോപ്പുലർ ഫ്രണ്ടുകാർ അവസാനം പത്രിക പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. ഗുജറാത്തിൽ പോലും കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ പോലും പോപ്പുലർ ഫ്രണ്ടുകാർ പണം കൊടുത്ത് കോൺഗ്രസിനെ സഹായിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് മാത്രമോ, CAA സമരകാലത്ത് ഷഹീൻ ബാഗിൽ ആരാ നേതൃത്വം കൊടുത്തിരുന്നത്? അതിന്റെ മുഴുവൻ ചരിത്രം ഇനിയിപ്പോൾ പുറത്തു പറയണോ? അന്ന് കോൺഗ്രസ്സുകാർ, കേരളത്തിലെ കോൺഗ്രസ് MP-മാർ പോലും അവിടെ പോയി സത്യാഗ്രഹിക്കുകയും പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നൃത്തം വയ്ക്കുകയൊക്കെ ചെയ്ത് ഓർമ്മയില്ലേ? ശരി. പക്ഷെ അപ്പോഴും വരുന്നില്ല. കശ്മീരിൽ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് പോലും ഓരോരോ രാഷ്ട്രീയ സംഘടനകളെ അതിന്റെ തീവ്രവാദ സ്വഭാവം വെച്ച് നിങ്ങൾ നിരോധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിങ്ങൾ നിരോധിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ ഘട്ടത്തിലും വളരെ ശുഷ്കാന്തിയോടെ SDPയെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നതും അങ്ങയുടെ വാദഗതികളിൽ നിന്ന് വ്യക്തമായി വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ MN കാരശ്ശേരി, ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു കൊടിയുണ്ടോ? ഒരു ചിഹ്നമുണ്ടോ? ഒരു പ്രകടന പത്രികയുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ജനാധിപത്യ ഐക്യനിരയെ ഇവരാരും അതുകൊണ്ട് സാധുവല്ല എന്ന് പറയുന്നുമില്ലല്ലോ. ഇനി ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിൽ ശരിക്കും കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ശക്തമായിട്ടുള്ള ഈ ഇരുമുന്നണി സംവിധാനത്തിൽ അതിൻ്റെ പോലും അതിരുകൾ മായ്ച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് നിരന്തരം പ്രതിപക്ഷത്തെ ഉപദേശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ ഇവിടെയുള്ളത്? പാർട്ടി സെക്രട്ടറി അല്ലേ ഇവിടെയുള്ളത്? ചില കാര്യങ്ങളിൽ ലീഗ് കോൺഗ്രസിനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുമായി സൗഹാർദ്ദത്തിലും ഐക്യത്തിലും പോകണം ചില നിലപാടുകളിൽ എന്ന് പറയുന്നവരല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ലാഞ്ചന കണ്ടാൽ അത് ആ രൂപത്തിൽ വിശദീകരിക്കുന്നവരല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് BJPയേക്കാൾ ആവേശത്തോടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടിയില്ലായ്മ ഒരു പ്രചാരണായുധമായി MV ഗോവിന്ദൻ എടുത്തിടുന്നത്? അതാരെ സഹായിക്കുന്നതാണ്? വേണു, ആ കൊടി എടുക്കാത്തത് ഇന്ത്യ മുന്നണിക്ക് കൊടിയില്ല. എന്താ കാരണം? അത് പണ്ട് 1977 പാർട്ടികൾ ലയിച്ച് ജനതാ പാർട്ടി ഉണ്ടായ മാതിരി ഒരു സംഗതിയല്ല ഇന്ത്യ മുന്നണി. അത് 28 കക്ഷികൾ ഒരുമിച്ച് ചേരുന്നതേ ഉള്ളൂ. അവർക്ക് പ്രത്യേകം പേരുകളും കൊടികളുണ്ട്. അവർ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നു. പ്രതിപക്ഷ ഒരു മുന്നണി എത്രയുണ്ട്? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരവേലയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ഉപയോഗിച്ച മുസ്ലിം ലീഗിൻ്റെ കൊടി
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് കള്ളപ്രചാരവേല കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ കൊടി എടുക്കാതിരിക്കണം എന്നൊരു നിലപാട് UDF എടുത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആളുകൾ കളവ് പറയും എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ നിലപാട് മാറ്റാറില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇപ്പോൾ ഏപ്രിൽ 26 വരെ എന്തായാലും അവർക്ക് എടുത്തേ പറ്റുള്ളൂ. അത് ഒരു വീഡിയോ പിടിച്ചാൽ അത് എവിടെയും കൊണ്ട് എന്തും പറയാം. കാരണം പാകിസ്ഥാൻ്റെ കൊടി ഇങ്ങനെയല്ല, അതിൻ്റെ 1/3 ഭാഗം ഇടത്തെ ഭാഗത്ത് വെള്ളയാണ്. ലീഗിൻ്റെ കൊടി അങ്ങനെയല്ല, അതിരിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും LDFിലും വലിയ ഒരു ആഭ്യന്തര വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നതിൽ CPM ഉണ്ട്. അതിപ്പോൾ കേരളത്തിന് പുറത്ത് എവിടെയും CPM ഉണ്ട്. കേരളത്തിലാണെങ്കിൽ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരം നിലനിർത്തുക. അപ്പോൾ അവർക്ക് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് കേരളത്തിൽ നശിച്ചു കാണണമെന്നാണ് അവരുടെ താല്പര്യം. അപ്പോൾ UDFനെ ദുർബലമാക്കുക എന്നുള്ളതാണ് കേരളത്തിൽ അവരുടെ രാഷ്ട്രീയം. കേരളത്തിന് പുറത്ത് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് വയനാട്ടിൽ മത്സരിക്കുകയാണ് ആനി രാജ. അവർ CPIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ CPI മറ്റെല്ലായിടത്തും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ യാദൃശ്യമായിട്ട് അങ്ങനെയാണ് വന്നത്. അവർ ഓഹരി വെച്ചപ്പോൾ വയനാട് മണ്ഡലം CPIക്കാണ് വന്നത്. അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പലതരത്തിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും അതിൻ്റെ ഗതികേടുകളും കാണിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാസ്റ്റർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ അധികാരം നിലനിർത്തുക എന്നുള്ളതാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനെ വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ SDPIയുടെ പിന്തുണ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് 2006 സംഘടനയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 SDPI ഉണ്ടാകുന്നത്. അതിൻ്റെ രാഷ്ട്രീയ മുഖം എന്നുകൊണ്ട് SDPI വന്ന് SDPI നിരോധിക്കപ്പെട്ട സംഘടനയല്ല. പക്ഷെ തീർച്ചയായിട്ടും അതൊരു തീവ്രവാദ സംഘടനയാണ്. അവർ അനവധി ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായ ആളുകൾ അവരുടെ പാർട്ടിക്കാരാണ്. അവർ സിമി എന്ന് പറയുമ്പോഴും NDF എന്ന് പറയുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴും SDPI എന്ന് പറയുമ്പോഴൊക്കെ ആളുകൾ ഒന്ന് തന്നെയാണ്, നിലപാട് ഒന്ന് തന്നെയാണ്. അത് മതരാഷ്ട്രവാദത്തെ BJPയുടെ ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ നാവ് കൊണ്ട് മറ്റവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ എതിർക്കേണ്ടതാണ്. അപ്പം മതരാഷ്ട്രവാദം, ജനാധിപത്യം, മതേതരത്വം, ദേശീയത തുടങ്ങി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമായ മൂല്യങ്ങൾ അംഗീകരിക്കാത്ത കൂട്ടരാണ് RSSകാരും SDPIക്കാരും ഒക്കെ. അപ്പോൾ RSSനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതേ ആവേശത്തോടുകൂടി SDPIയും എതിർക്കണം. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം, അതിനുള്ള ധാർമ്മികത കോൺഗ്രസ് കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് BJPയും കാരശ്ശേരി മാഷെ, അങ്ങ് ആദ്യം പറഞ്ഞു വന്നു ഈ കൊടി ഉയർത്താതെ ഇരിക്കുന്നത് ശരിയായൊരു നിലപാടല്ല എന്ന്. മാഷോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവരാദ്യം ഒരു സൂത്രം എന്ന രൂപത്തിൽ പ്രയോഗിച്ചത് എന്താണ്? ഈ പ്രാണപ്രതിഷ്ഠയാണ്. അതിൽ കയറി കോൺഗ്രസ് കൊത്തിയില്ല, അതിൽ കയറി ലീഗ് കൊത്തിയില്ല. അപ്പോൾ അതിൻ്റെ പണം താഴ്ന്നു. അപ്പോൾ അടുത്ത രൂപത്തിൽ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന സൂത്രം പുറത്തെടുക്കുന്നു, CAAയുടെ ചട്ടങ്ങൾ. അതിലും വിവേകപൂർവ്വം കോൺഗ്രസും ലീഗും കയറി കൊത്താതെ ഇരിക്കുന്നു അല്ലേ? ഇപ്പോൾ ആകപ്പിൻ്റെ നിവൃത്തി കെട്ടപ്പോൾ ഒരു SDPI ബന്ധമാണ് അമിത്ഷാ ഉൾപ്പെടെ ആവേശത്തോടെ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ഇത്തരം വിവേകപൂർണവും തന്ത്രപരവുമായ സമീപനങ്ങൾ ഫലം കാണുന്നു എന്നല്ലേ കാണേണ്ടത്? അതുകൊണ്ട് ഈ കൊടി താഴ്ത്തിയത് വഴി എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനത് മനസ്സിലാകാതെയൊന്നും പോകില്ല. വിവേകശൂന്യമായി വൈകാരികമായി പ്രതികരിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവിടെ അത് തിരിച്ചടിയായിക്കൂടാ. കാരണം അന്ന് ഇത് പാകിസ്ഥാനാണോ ഇന്ത്യയാണോ എന്ന് ഈ അമിത്ഷാ അത്ഭുതം കൂറിയപ്പോൾ അമേഠി നഷ്ടപ്പെട്ടു. അത് അമിത്ഷാ അവിടെ വോട്ടറായിരിക്കുന്നത് കൊണ്ടല്ലല്ലോ. ആ വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെയാണ്
ഇത്തരം കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക എന്ന BJPയുടെ ശേഷിയുടെ വിജയം കൂടിയായിരുന്നു അത്. അതിന് വകവെച്ച് കൊടുക്കണോ, അതിനിട നൽകേണ്ടതുണ്ടോ എന്നൊരു വലിയ ചോദ്യം വയനാടിനും കേരളത്തിനും പുറത്ത് ഉത്തരവാദിത്വത്തോടെ കോൺഗ്രസും ലീഗും കാണുന്നുവെങ്കിൽ അതെങ്ങനെയാണ് ഒരു കീഴടങ്ങലാകുക? അല്ല വേണു, റായ്ബറേലിയിലും അമേത്തിയിലും ഒക്കെ കോൺഗ്രസ് പണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ റായ്ബറേലിൽ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് രാജ്നാരായണനോട്. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ കൊടിയുടെ ത്രിവർണ്ണ പതാകയുടെ കൂടെ മുസ്ലിം ലീഗിന്റെ കൊടി വയനാട്ടിൽ മാത്രമല്ല ഈ 20 മണ്ഡലങ്ങളിലും ഉയർത്തേണ്ടതെന്നാണോ തീരുമാനം? അതാണോ നിലപാട്? അങ്ങനെയാണെങ്കിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങളെ എങ്ങനെയാണ് നേരിടുക? അവനവൻ്റെ കൊടി ഒളിപ്പിച്ച് വെച്ചിട്ടാണോ നേരിടുക? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ വേണു ഈ ചർച്ചയിൽ 1-2 വട്ടം ആവർത്തിച്ച വാക്കാണ് തന്ത്രം എന്നുള്ളത്. തന്ത്രം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടേ വേണു പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ ആശയം, നമ്മുടെ ആദർശം, നമ്മുടെ നിലപാട്, നമ്മുടെ ധാർമ്മികത തുടങ്ങിയുള്ള കാര്യങ്ങൾ മൂടി വെച്ചിട്ട് തൽക്കാലത്തെ ജയത്തിന് വേണ്ടി 10 വോട്ടിന് വേണ്ടി നമുക്കൊരു നിലപാടാവാം, അല്ലെങ്കിൽ നമുക്കൊരു മൗനമാവാം എന്ന കാര്യം ചോദിച്ചോട്ടെ. ശക്തനായ ശത്രുവിന്റെ രീതികൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സത്യസന്ധതയും ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ കച്ചത്തീവ് അങ്ങേക്ക് അറിയുന്നതാണ്. ഈ പറയുന്ന സുഷമ സ്വരാജ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ BJPയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ വിഷയം. ഇന്ത്യ അത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ 10 കൊല്ലം ഈ മാന്യദേഹം പ്രധാനമന്ത്രിയായി ഭരിക്കുമ്പോൾ VK സിംഗ് വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കുമ്പോൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതങ്ങനെ പിടിച്ചെടുത്തതല്ല, അല്ലേ, ഒരു ധാരണയുടെ, ഒരു ഉടമ്പടിയുടെ ഭാഗമായി ഉള്ളതാണ് എന്നാണ്. ജയശങ്കർ പിന്നീട് ഇതേ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് എന്നതും സുവ്യക്തമാണ്. അപ്പോൾ 10 കൊല്ലമില്ലാത്തൊരു കാര്യം അണ്ണാമലയെ RTI കൊടുത്തപ്പോഴാണോ ഒരു മഹൽ സംഭവമായി നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത്? അപ്പോഴാണോ ഇത് വീണ്ടെടുക്കേണ്ടതാണ് എന്ന വിവേകം ഉദിക്കുന്നത്? അതുവരെ ഇത് കോൺഗ്രസ് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞതാണ് ഏകപക്ഷീയമായി ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് എന്ന വ്യാഖ്യാനമാണ് ഒരു പ്രധാനമന്ത്രി തന്നെ നടത്തുന്നത്. ഇങ്ങനെ പച്ചയായ നുണപ്രചാരണത്തിൽ ഇങ്ങനെ വൈദഗ്ധ്യം കാട്ടുന്ന ഒരു വിഭാഗം ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളുടെ പണത്തിൻ്റെ ഹുങ്കും കൂടെ ചേർന്നുകൊണ്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വേണു, ഇപ്പൊ കച്ചിത്തീവിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ പൊടിതട്ടിയെടുത്തത് ഇലക്ഷന്റെ പേരിലാണ്. ഒറ്റക്കാരും കൂടി വിദേശകാര്യമന്ത്രിയായിരുന്നു പിന്നെ സുഷമ, അപ്പോഴും വേണ്ടിയിട്ടില്ല. അതെ, അതായത് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കെജ്രിവാൾ അടക്കമുള്ള ആളുകളുടെ നേരെ ഈ അറസ്റ്റ് തുടങ്ങിയുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ജയിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും ഒന്ന് സത്യം വേണ്ടേ? BJPക്ക് സത്യമില്ല, BJPക്ക് ധാർമ്മികതയില്ല, BJPക്ക് രാഷ്ട്രീയ സദാചാരമില്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരിക്കലും ഇനി ഈ 20 മണ്ഡലങ്ങളിലും കൊടി പുറത്തെടുക്കാതിരിക്കൂ. ഇതിപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അഖിലേന്ത്യാ ശ്രദ്ധ അതിന് കിട്ടും. അവിടെ SDP വോട്ട് മേടിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ കൊടിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തിനകത്തും പുറത്തും UDFനെ പറ്റി ഒരു വലിയ പ്രതീതിഭംഗം ഉണ്ടാക്കുകയും പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. അതിപ്പോൾ വയനാട് മണ്ഡലത്തിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യത്തെ 2014 അവർക്ക് കിട്ടിയത് 14,000 ചില്ലാനും വോട്ടാണ്. 19 കിട്ടിയത് 8,000 വോട്ട് കുറഞ്ഞ 6,000-ഓളം വോട്ടാണ്. ആദ്യത്തെ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് അവിടെ വോട്ട് ഷെയർ 50% ഉണ്ടായിരുന്നു. പിന്നെ 40%-ആയി ചുരുങ്ങി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ 65% വോട്ട് ഷെയർ ഉണ്ട് കോൺഗ്രസ്സിന് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ EK സമസ്തയുടെ ഭീഷണി ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് SDP പിന്തുണ ഉപയോഗിക്കാമെന്ന് മുസ്ലിം ലീഗോ കോൺഗ്രസോ കരുതുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും SDP രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അവരുടെ രീതിശാസ്ത്രം മുഴുവൻ ജനാധിപത്യത്തിനും അഹിംസയ്ക്കും സത്യത്തിനും നിരക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ധാർമ്മികത കാണിക്കുന്നതാണ് അവർക്ക് ഇലക്ഷന് നല്ലത്. ശരി, ശ്രീ KP നൗഷാദ് അലി, ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി. ഇവിടെ വേണു, MN കാരശ്ശേരി മാഷുടെ വാക്കുകളിൽ
വിമർശനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ ഞാൻ തീർത്തും മാനിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ നിരായുധനാക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ യുധിഷ്ഠിരൻ വിളിച്ചു പറയുകയും ആന എന്ന് മൃദുവായി പറയുകയും ചെയ്തു. ലക്ഷ്യം നേടിയ ശേഷം, യുദ്ധം കഴിഞ്ഞതിന് ശേഷമൊക്കെ അദ്ദേഹം ധർമ്മപുത്രർ എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ഒരു ഗുണഫലത്തിനായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് ഇതിനെ കാണണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടെ ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും CMP ഒക്കെ അടങ്ങുന്ന UDF-ഉം ത്രിവർണ്ണ ബലൂണുകളും കൈപ്പത്തിയും രാഹുൽ ഗാന്ധിയൊക്കെയാണ് അവിടെ നിറഞ്ഞു നിന്നത്. ഇവിടെ പ്രസവാശുപത്രി എന്നോ പ്രസവ വാർഡ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് ബ്രാക്കറ്റിൽ പ്രത്യേകം എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ KVR ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് വലിയൊരു ധ്രുവീകരണത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടതിലുള്ള വലിയ നിരാശയാണ് അദ്ദേഹം വൈകാരികമായിട്ട് വിക്ഷുബ്ധനായിക്കൊണ്ടൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ അതിനെ അത്തരത്തിലാണ് കാണുന്നത്. പിന്നെ ശ്രീ ശിവദാസ് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉള്ളത്, രാഹുൽ ഗാന്ധി 140-ലധികം വരുന്ന MP-മാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ അതിൽ പെട്ടില്ല എന്നൊക്കെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ചെറിയ ഗുജറാത്തിലെ ഒരു സെഷൻസ് കോടതി തൊട്ട് അവിടുത്തെ മേൽക്കോടതി വരെ രാഹുൽ ഗാന്ധിയെ പീഡിപ്പിച്ചതും അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചതും അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം ഇവിടെ ചോദ്യചിഹ്നമാക്കിയതും അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂല വിധിയുണ്ടായതും വയനാട്ടിലടക്കം ഉപതെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരുന്ന വിധത്തിലൊക്കെ പലരും കച്ചമുറുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയോളം വേട്ടയാടപ്പെട്ട മറ്റൊരാളുണ്ടോ എന്ന ചോദ്യത്തിന് CPM പ്രവർത്തകർക്ക് പോലും മറ്റൊരു ഉത്തരം ഉണ്ടാകാൻ ഇടയില്ല. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് യാഥാർത്ഥ്യവുമായിട്ട് നിരക്കുന്നതാവണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് മുന്നോട്ട് വെക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, CPM ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ബാധ്യതപ്പെട്ടൊരു പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിലെന്താ അത്ഭുതമുള്ളത്? അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നത്, പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നു, ത്രിപുരയിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നു, ബീഹാറിൽ ഞങ്ങൾ അവരുടെ കൂടെ മത്സരിക്കുന്നു, രാജസ്ഥാനിൽ ഞങ്ങൾ അവർക്കൊരു സീറ്റ് നൽകുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ പുറത്ത് സാധ്യമായിടത്തൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അവരുടെ നരേറ്റീവുകളൊക്കെ തീർത്തും വ്യത്യസ്തമാവുകയാണ്. ഇത്തവണ BJP അധികാരത്തിൽ വരാൻ ഇടയുണ്ട് എന്ന വ്യംഗ്യമൊക്കെ ഉയർത്തിവിട്ടുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ഞങ്ങൾക്ക് ചെയ്തോളൂ എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ ചെറുതാകുന്നത് അവർ തന്നെയാണ് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം വേണോ, ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി മറിയുകയാണ്. MV ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെയൊന്നുമല്ല. ഇവിടെ 7 സംസ്ഥാനങ്ങളിൽ 100% സീറ്റ് BJP നേടിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ഗുജറാത്തും രാജസ്ഥാനും ഹിമാചലും ഹരിയാനയും ഡൽഹിയും ജമ്മു കാശ്മീരും ഉത്തരാഖണ്ഡും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബീഹാർ നോക്കൂ, കർണാടക നോക്കൂ, മഹാരാഷ്ട്ര നോക്കൂ, ജാർഖണ്ഡ് നോക്കൂ, ഛത്തീസ്ഗഡ് നോക്കൂ, ഇങ്ങനെ ഏത് മധ്യപ്രദേശ് നോക്കൂ, എവിടെ എടുത്താലും BJP 90% അതിൻ്റെ മുകളിലോ വിജയം നേടിയ പാർട്ടിയാണ്. അവിടെയൊക്കെ അവർ താഴേക്ക് വരികയാണ്. ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ കോൺഗ്രസ് ഇത്ര സീറ്റ് നേടും എന്നുള്ളതിൻ്റെയൊക്കെ വിവരങ്ങൾ BJPക്കാർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പിന്നെ തെലങ്കാനയിൽ കോൺഗ്രസ് സാരമായ നിലയിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ വ്യത്യസ്തമായൊരു ചിത്രമുണ്ട്. കേജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും ഒക്കെ വേട്ടയാടുന്നതിലുള്ള വലിയ പ്രതിഷേധം അതത് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകും. കാരണം ജാർഖണ്ഡിലൊക്കെ 14-ൽ 11 സീറ്റ് കഴിഞ്ഞ തവണ BJP ജയിച്ചതാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഇവരുടെ ഈ അമിതാധികാര പ്രയോഗം നേരിട്ടുള്ള 1-2 ചോദ്യങ്ങൾക്ക് മറുപടി മുന്നോട്ട് വരുന്നു. ഇതൊക്കെ അങ്ങ് പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് അതിഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിരുന്നു. പക്ഷെ കാതലായ 2-3 ചോദ്യങ്ങളുണ്ട്. അതിന് പരമാവധി നേരിട്ട് മറുപടികളാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്ന്, SDPI ബന്ധത്തിൽ ഇപ്പോൾ കാരശ്ശേരി മാഷിന്റെ സതുദ്ദേശത്തെ അങ്ങ് സംശയിക്കുന്നല്ലോ, അദ്ദേഹം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ വിമർശനത്തിനുള്ള മറുപടി. SDPയുടെ ബന്ധത്തെക്കുറിച്ച് കാരശ്ശേരി മാഷ് അടക്കമുള്ള കേരളീയ പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ ഗൗരവതരമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊന്നും കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പൊടുന്നതിന് അപ്രതീക്ഷിതമായിട്ട് അല്ല 2 കാര്യങ്ങൾ. ഒന്ന്, K. സുധാകരൻ എന്ന് പറഞ്ഞതാണ് അതൊക്കെ സ്ഥാനാർത്ഥിയുടെ മിടുക്കിന് കിട്ടുന്നതാണ് എന്ന്. SDPയുടെ പിന്തുണയോ? അതാണോ സ്ഥാനാർത്ഥിയുടെ മിടുക്കിന് കിട്ടുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇനി അടുത്ത കാര്യം ഞാൻ വേഗം നിർത്താം. ശ്രീ നൗഷാദ് അലി, 2019 രാഹുലിന് കേരളത്തിൽ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതാണ്ട് പല മണ്ഡലങ്ങളിലും ഏതാണ്ട് 10,000-ഓളം വോട്ടിൻ്റെയൊക്കെ ശക്തിയുള്ള SDPI നിങ്ങളെ സംബന്ധിച്ചൊരു ജീവവായു ആകുന്നു.
അതുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥ വരുന്നു എന്ന നിരീക്ഷണങ്ങളുമുണ്ട്. അങ്ങയുടെ മറുപടി? ഞാൻ വേണുവിനോടൊരു കാര്യം, വേണു അല്പം കൂടി കാത്തു നിൽക്കുക. കാരണം ഇത് ഇന്നുകൊണ്ട് പിന്നെ ഇവിടുത്തെ പ്രചരണമൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അടുത്ത മണിക്കൂറുകളിലൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കും. അത് നൽകുന്ന സൂചന SDP-യുടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പരസ്യമായി പറയുമെന്ന് തന്നെയല്ലേ? അല്ല എന്താ വേണു അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആളല്ല വേണു. കാരണം SDP എന്നൊരു പാർട്ടിയെക്കുറിച്ച് കോൺഗ്രസിന് കൃത്യമായൊരു നിലപാടും കാഴ്ചപ്പാടുമുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ചോദിക്കാതെ, പറയാതെ, ചർച്ച ചെയ്യാതെ, അറിയാതെ അവർ ഒരുപക്ഷെ രാഷ്ട്രീയമൊക്കെ മുൻനിർത്തി, ദേശീയ രാഷ്ട്രീയമൊക്കെ പരിഗണിച്ച് എന്തൊരു നിലപാട് അവർ പറഞ്ഞു. അതിൻ്റെ പഴിയൊക്കെ SDP-യുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെളിയും ഞങ്ങളുടെ മേൽ തെറിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നിലപാടുണ്ട്. പാർട്ടി ആ നിലപാട് വൈകാതെ വ്യക്തമാക്കിക്കൊള്ളും. അതൊന്നും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സെക്യുലർ ക്രെഡൻഷ്യലിനെ പോർലേൽപ്പിക്കുന്ന തരത്തിൽ ഒരു ഇഞ്ച് പോലും ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല. ഞങ്ങൾ അങ്ങനെ നിലപാട് വിഴുങ്ങി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിറകെ പോകുന്ന. ശരി, ഇനി ഒരു ചോദ്യം കൂടി. ഇവിടെ അതിഥികൾ ചോദിച്ച ഒരു ചോദ്യം കൂടെ പ്രസക്തമാണ്. നൗഷാദ് അലി ഇപ്പോൾ രാഹുലിനെയും പ്രിയങ്കയും കാണുമ്പോൾ കൊടി താഴെ വെക്കുക, രണ്ടുപേരുമില്ല. ഇന്നിപ്പോൾ രാഹുൽ ഇന്ന് തന്നെ തിരിച്ചു പോയല്ലോ. ഇനിയുള്ള ദിവസം 15-ാം തീയതി ഇനി അദ്ദേഹം മടങ്ങി വരികയുള്ളൂ. അതുവരെയുള്ള ദിവസങ്ങളിൽ കൊടി ഉയർത്തുക, ഇതാണോ കാണാൻ പോകുന്നത്? അത് പരിഹാസ്യമായിരിക്കും. അല്ല, ഈ കൊടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊടിയാണ്, ഞങ്ങൾ ഉയർത്തും. ഞങ്ങൾ ചിലപ്പോൾ കൊടിക്ക് പകരം മറ്റു ചില സങ്കേതങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. അതൊക്കെ ഞങ്ങളുടെ ഒരു കൺവീനിയൻസ് മുൻനിർത്തി അങ്ങനെയൊക്കെ ചെയ്യും. അതിനകത്തൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ദോഷൈക ദൃക്കിനെ പോലെ എപ്പോഴും ഇങ്ങനെ ദുരപതിഷ്ഠവങ്ങളായ ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന. ശരി, ഒരു ചോദ്യം കൂടി. ഇവിടെ ശിവദാസനടക്കം ശക്തമായി CPM ഉന്നയിക്കുന്ന വിമർശനമാണത്. നിങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി അടയ്ക്കുന്നത് CPM ആണോ, അല്ലെങ്കിൽ CPI ആണോ, ഇന്ത്യ സഖ്യമാണോ? അല്ലല്ലോ. പക്ഷെ നിങ്ങൾ മത്സരിച്ച് തോൽപ്പിക്കുന്നത് അവരെയാണ്. എന്ന് മാത്രമല്ല, ഇനി അമേഠി ഒരു വലിയ പദ്ധതിയായിരുന്നു, സമ്മതിക്കുന്നു. 2014 സ്മൃതി ഇറാനി ഇറക്കുമ്പോൾ മുതൽ തുടങ്ങുന്നൊരു വലിയ പദ്ധതിയാണത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് പിന്നൊരു കേന്ദ്ര സർക്കാർ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിച്ച് എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുക, വികസനം എത്തിക്കാൻ കഴിയുക, അങ്ങനെ കൃത്യമായൊരു പദ്ധതിയുണ്ട്. അതവർ വിജയിക്കുകയും ചെയ്തു. ഇതൊന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ പ്രശ്നം റായ്ബറേലി അവിടെ നിൽക്കുകയാണല്ലോ. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലും സോണിയാഗാന്ധി വിജയിച്ചു മാറിയൊരു മണ്ഡലമാണല്ലോ. സോണിയാഗാന്ധിയുടെ അനാരോഗ്യം കാരണം രാജസ്ഥാൻ വഴി വരട്ടെ, നല്ല കാര്യം. പക്ഷെ എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ വിമുഖത? ഇപ്പോൾ ഏതാണ്ട് 230ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, അല്ലേ? 228 മറ്റോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചല്ലോ. ഇപ്പോഴും അമേഠിയിലും റായ്ബറേലിയിലും തുടരുന്ന മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? വേണു, ഇവിടെ 2019 പൊതുതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക എന്നത് ഒരു വ്യക്തിയുടെ ഒരു കുറ്റമല്ലല്ലോ. അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പം ഇനിയും ഈ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കാനുണ്ട്. നമ്മൾ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചട്ടകത്തും വന്ന് വാരുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അത്തരത്തിലൊന്നും നിങ്ങൾ വാരാതെ അതൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ട് തണുത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ നിങ്ങൾ കാത്തു നിൽക്കുക. ശരി, ശ്രീ വി ശിവദാസൻ, അങ്ങയുടെ മറുപടി. ഇതിൽ എനിക്ക് വേണുവിൻ്റെ ചില നേരത്തെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. അങ്ങ് കാരാശ്ശേരി മാഷോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് CAA-യോട് കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് അത് തന്ത്രപരമായിട്ടുള്ള സമീപനമാണെന്നും കോൺഗ്രസ് അതിൽ കൊത്തിയില്ല എന്നും അതോടൊപ്പം രാമജന്മഭൂമി വിഷയത്തിലും വളരെ തന്ത്രപൂർവമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നൊക്കെ ചോദ്യത്തിൻ്റെ ഭാഗമായി പറയേണ്ടത് അതൊരു പ്രസ്താവനയായിരുന്നു. പക്ഷേ ആ കോൺഗ്രസിൻ്റെ സമീപനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കോൺഗ്രസ് CAA വിഷയത്തിൽ നിലപാടില്ലാത്ത പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് എന്താണ് നിലപാട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് വരട്ടെ എന്നിട്ട് ഉത്തരം പറയാമെന്നാണ് പറഞ്ഞത്. ബാബരി മസ്ജിദ് പൊളിച്ചതിനെക്കുറിച്ച് രാമജന്മഭൂമി വിഷയത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടെന്ന് ചോദിക്കുന്നത്. കോൺഗ്രസിന് നിലപാടില്ല. അവിടെ ബാബരി മസ്ജിദ് തകർത്തവർക്ക് ഞാനാണ് അവർക്ക് വെള്ളി ഇഷ്ടിക കൊടുത്തു എന്ന് പറഞ്ഞ നേതാവ് ഇപ്പം കോൺഗ്രസിൻ്റെ AICCയുടെ നേതാവാണ്. ദിഗ്വിജയ് സിംഗിൻ്റെയും കമൽനാഥിൻ്റെയും പേര് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലപാടില്ലാത്തൊരു പാർട്ടി, ഇന്ത്യയിൽ BJP-ക്കെതിരായി പോരാടാനുള്ള ഊർജ്ജമില്ലാത്തൊരു പാർട്ടിയായിട്ട് നിൽക്കുകയാണവർ. പിന്നെ അവരുടെ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കോർപ്പറേറ്റുകളുടെ ഫണ്ട് അത് ശരിയാവണ്ണുള്ള ഫണ്ടല്ല, പ്രസിദ്ധീകരിക്കപ്പെടാൻ പാടില്ല എന്ന് മുൻകൂട്ടി തന്നെ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ടുള്ള കോർപ്പറേറ്റ് ലൂട്ടിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ 1500 കോടിയിലധികം രൂപ സമാഹരിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കൊടും കൊള്ള നടത്തിയിട്ടുള്ള BJP-യോടൊപ്പം കൊള്ളക്കാരുടെ കൂടെ നിന്നിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കോൺഗ്രസ് ഇന്ത്യയിൽ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് ശക്തി നൽകുന്ന ഒരു സമീപനമല്ല
എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രൂക്ഷമായ നിലയിൽ തന്നെ വിമർശനം ഉയർന്നു വരുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കോൺഗ്രസിൻ്റെ ഓരോ സമീപനം എടുക്കാം. വയനാട്ടിൽ ഇപ്പോൾ കൊടി മാറ്റിവെച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ട് ഞങ്ങളുടെ കൊടിയെ, കോൺഗ്രസിൻ്റെ കൊടിയെ, മുസ്ലിം ലീഗിൻ്റെ കൊടിയെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നതുകൊണ്ടാണ് ഞങ്ങളത് എടുക്കാതിരുന്നത്. അത് തന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു നിലപാടാണെന്ന് പറയുന്നുണ്ടല്ലോ. ആണ്ടിയുടെ മസിൽ കയറി പോയില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പൂരിപ്പിക്കുന്നില്ല. അപ്പോൾ ആ കോൺഗ്രസ് അവിടെ ഉത്തരേന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താണ്? അവർ CAA കുറിച്ച് പ്രതികരിക്കുന്നില്ല. അവർ BJPക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന കാഴ്ച. നിലപാടില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. പാർലമെന്റിൽ പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞതിനോടൊരു ചെറിയ കൂട്ടിച്ചേർക്കൽ. 140-ലധികം MP-മാർ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വേളയിൽ അതിൻ്റെ നടുത്തടത്തിൽ ഇറങ്ങാൻ, മുദ്രാവാക്യം വിളിക്കാൻ അതിനൊരു ഊർജ്ജം ഉണ്ടാവണം. ഞാൻ ചോദ്യങ്ങളെ കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് മടി? BPCLന്റെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ഈ കണ്ണൂരിൽ, ഞാനിപ്പോൾ കണ്ണൂരിലായിരിക്കുന്നത്, കണ്ണൂരിലെ NTC മില്ലിലെ തൊഴിലാളികളുടെ ശമ്പളത്തിൻ്റെ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ വയനാട്ടിൽ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്ന മില്ലുകളുണ്ട്, അത് അടച്ചുപൂട്ടപ്പെടുന്ന വിഷയം ഉയർത്തപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചൊരു സ്പെഷ്യൽ മെൻഷൻ അല്ലെങ്കിൽ 0 ഓവറിൽ ഒരു വാക്ക്, സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് ഒരു പ്രസ്താവന പാർലമെന്റിൽ പ്രത്യേക വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്താൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പക്ഷേ ശ്രീ ശിവദാസൻ, അങ്ങ് നിസ്സാരമായി കാണുമോ ഈ രാജ്യം മുഴുവൻ പൊരിവെയിലത്തും മഞ്ഞിലുമൊക്കെ നടന്ന രാഹുൽ ഗാന്ധിയെ, അതിലൂടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമ നടപടികളെ? ഇപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട് ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ സുപ്രീം കോടതി സൃഷ്ടിക്കുകയാണ് അല്ലേ? അതിന്റെ പേരിൽ ഏറ്റവും ശക്തമായി വേട്ടയാടപ്പെട്ടത് ആരാണ്? രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധിയുടെ ത്യാഗത്തെക്കുറിച്ച് അങ്ങ് വല്ലാതെ പുളകിതനായി സംസാരിക്കുകയാണ്. അങ്ങ് രാഹുൽ ഗാന്ധി പറഞ്ഞു, വണ്ടിക്കൂലിക്ക് പൈസയില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. സത്യമാണ്. രാഹുൽ ഗാന്ധി ഐ ഹാവ് എ ട്രമൻഡസ് റിലേഷൻഷിപ്പ് വിത്ത് യു എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? അദാനിയെ പറ്റിയല്ല, മോദിയെ പറ്റിയല്ല, ശിവദാസന്റെ പാർട്ടിയെ പറ്റിയാണ്. കേൾക്കൂ 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 അങ്ങ് പറയുന്നത് കേൾക്കൂ. എന്താണ്? രാഹുൽ ഗാന്ധി വണ്ടിക്കൂലിക്ക് പൈസയില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുമ്പോൾ DLFന് 170 കോടി കൊടുത്തത് ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. BJPക്ക് DLF 170 കോടി കൊടുത്തു. ഞാൻ പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുന്ന K സുരേന്ദ്രന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന പൈസ എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ അളിയന്റെ കൂടി പൈസയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസിന് നിഷേധിക്കാൻ എത്ര പ്രയാസം ഉണ്ടാവും? നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പുഷ്പവൃഷ്ടി അതിലെന്ത് നുണയാണ്? DLFുമായി ബന്ധപ്പെട്ട ബോണ്ടിലാതെ എന്ത് നുണയാണ്? രാഹുൽ ഗാന്ധിയുടെ അല്ല, ഞാൻ പറയാം, ഈ DLF കമ്പനിയുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ROC രേഖകളിലോ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് റോബർട്ട് വാദ്രയ്ക്ക് പണം നൽകുന്ന കമ്പനി ഏതായിരുന്നു? ഈ പറയുന്ന സ്കൈലൈറ്റോ അങ്ങനെന്തോ മറ്റോ ഉള്ള അങ്ങനത്തെ ഒക്കെ ഉള്ള കമ്പനികൾ ഈ വാദ്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. വാദ്ര ഭൂമി വാങ്ങുക, നിങ്ങളുടെ ഹരിയാന സർക്കാർ ഭരിക്കുമ്പോൾ ചെറിയ പൈസയ്ക്ക് ഭൂമി വാങ്ങുക, വലിയ രൂപത്തിൽ അത് വിൽക്കുക, അല്ലേ? അത് വിൽക്കുന്നത് DLFുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങൾക്കാകുക, അതിന്റെ ഭാഗമായി DLFനെ ED പിടികൂടുക, അപ്പൊ പിന്നെ DLF BJPക്ക് ബോണ്ട് കൊടുക്കുക. ഇങ്ങനെയല്ലേ ഇതിന്റെ വഴി പോകുന്നത്? ഈ DLF എന്ന കമ്പനി രാജ്യത്ത് നടത്തിയ ആയിരക്കണക്കിന് ഭൂമി വാങ്ങൽ വിൽക്കൽ ഇടപാടുകളിൽ ഏതോ ഒന്ന് വ്യവസായി കുടുംബത്തിൽ നിന്നുള്ള മൊറാദാബാദുകാരനായ റോബർട്ട് വാദ്രയുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നത് അവസാനിച്ചു പോയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ ഇതെടുത്ത് പൊക്കിപ്പിടിച്ച് CPM വരുമ്പോൾ അവരുടെയൊക്കെ പ്രയോറിറ്റി എന്താന്നുള്ള കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഏറ്റവും അവസാനം അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരുണ്ട്. അതാണോ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരിക്കുന്നതിന് കാരണം എന്ന രാഷ്ട്രീയ വിമർശനവും വരുന്നതാണ്. അതുകൊണ്ട് ഏതോ ഒരു വ്യവസായ കുടുംബം, ഏതോ ഒരു തരം ഇടപാട് അങ്ങനെ പറഞ്ഞു ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ശ്രീ ശിവദാസൻ തുടരാം. കേരളത്തിലെ അങ്ങയുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി KP നൗഷാദ് അലിയുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയാണ്, 2018 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്, പിന്നീട് ആ കേസിന്റെ തുടർ നടപടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം DLF കൊടുക്കുന്ന ആദ്യ വിഹിതത്തിന് ശേഷമാണ് അവിടെ കോടതി നടപടികൾ മന്ദീഭവിപ്പിക്കപ്പെടുന്നത്. കോടതിയിൽ കേസ് തീർക്കുന്നതിന് മുമ്പ് തന്നെ
ബാക്കി തുകയും കൊടുക്കുന്നതിലേക്ക് എത്തുകയാണ് DLF-ന്റെ. അവിടെ 45 ഏക്കർ ഭൂമിയുടെ ഇടപാട് വളരെ വ്യക്തമായിട്ട് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങ് ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിലെങ്ങാനാണെങ്കിൽ DLF എന്നുള്ള 3 അക്ഷരം അടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ അങ്ങേക്ക് DLF-നെ കുറിച്ചും DLF-ഉം ഈ പറയുന്ന ഇതൊക്കെ ആയിരിക്കുമ്പോഴും ശിവദാസൻ ഏതാണ്ട് 12ഓളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 16ഓളം കേസുകൾ എല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. ഇപ്പോഴും രാഹുൽ ഗാന്ധി ഈ പറയുന്ന ഒരു കോടതിയിൽ നിന്ന്, UP കോടതിയിൽ നിന്ന് ഈ പറയുന്ന ജാമ്യ അനുവാദവും കൂടെ വാങ്ങിയിട്ടാണ് പ്രചാരണവും നടത്തുന്നത്. ഇന്നലെ പോലും അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഊർജിതമാക്കണം എന്ന് പറഞ്ഞ് UP കോടതിയിൽ സജീവമായി BJP കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ശിവദാസൻ അറിയുന്നതാണ്. ഞാൻ അങ്ങോട്ട് ഒന്നുകൂടി പൂരിപ്പിക്കാം. രാഹുൽ ഗാന്ധിയെ കേസ് കൊടുത്ത് പേടിപ്പിക്കാൻ പറ്റുമെന്നു BJP-ക്കും RSS-നും അറിയാമെന്നുള്ളത് കൂടിയാണ് വസ്തുത. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയില്ലേ? എന്തിനാ മാപ്പ് പറഞ്ഞത്? എന്തിനാണ് രാഹുൽ ഗാന്ധി കോടതിയിൽ മാപ്പ് പറഞ്ഞത്? ഈ രാജ്യത്ത് സുപ്രീം കോടതി ഒറ്റ വാക്കിൽ പിടിച്ചു തൂങ്ങി, ആ ഒരൊറ്റ സാങ്കേതികമായ ഒറ്റ വാക്കിൽ പിടിച്ചു തൂങ്ങി വിറപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അല്ല, ബിജെപിയുടെ എല്ലാ അങ്ങ് ഞാൻ ശല്യപ്പെടുത്തില്ല. അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല. എന്താ കാര്യം? രാഹുൽ ഗാന്ധി എന്തിനായിരുന്നു കോടതിയിൽ മാപ്പ് പറഞ്ഞത്? ആ മാപ്പ് പറഞ്ഞത് RSS-ന് സഹായമായി മാറിയോ എന്നാണ് ചോദ്യം. മാപ്പ് പറയേണ്ടി വരികയാണ്. മാപ്പ് പറയേണ്ടി വരുന്നത് എന്താ? സൂക്ഷ്മതയോടുകൂടി വാചക പ്രയോഗം നടത്താൻ, RSS-നെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ, ആ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ കഴിയണ്ടേ രാഹുൽ ഗാന്ധിക്ക്? RSS-ന്റെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ മൃദു ഹിന്ദുത്വം കൊണ്ട് തീവ്ര ഹിന്ദുത്വത്തെ നേരിടാമെന്ന് ധരിച്ചു പോയാൽ അത് അബദ്ധമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ബാബരി മസ്ജിദ് തകർത്ത സംഘത്തിന് വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തു എന്ന് പറഞ്ഞ ആളെ രാഹുൽ ഗാന്ധിന്റെ ഇടത്തും വലത്തുമായിട്ട് നിർത്തിയിട്ട് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന പോക്ക് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്താനല്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസിനോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ വർഗീയവാദികളെ, നിങ്ങളുടെ പാർട്ടിയിൽ RSS-ന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറാവും. ശ്രീ KVS ഹരിദാസ്, ഇവിടെ പ്രാണപ്രതിഷ്ഠ അതുപോലെ തന്നെ CAA ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലൊരു എതിർധ്രുവീകരണ സാധ്യതകൾ ഇല്ലാതെ പോയി എന്ന ഇച്ഛാഭംഗമുണ്ടോ? അതുകൊണ്ടാണോ ഇപ്പോൾ ഈ SDPI ഏറ്റെടുത്തിരിക്കുന്നത്? അല്ല, എന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? SDPI എന്ന് പറയുന്ന പാർട്ടിയുമായിട്ടുള്ള അവരുടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മറ്റാരേക്കാൾ നന്നായിട്ട് കരശ്ശേരി മാഷ് വിശദീകരിച്ചില്ലേ? അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതിൻ്റെ പഴയ സിമി, NDF ഈ ലിങ്കുകളൊക്കെ കേരളത്തിലുള്ളവർക്ക് അറിയാത്തതാണോ? അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം പിന്തുണയുമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എന്തുകൊണ്ടാണ് ഈ UDF-ന്റെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്താ ഇല്ലാതെ പോയത്? അവരെ തോളത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പ്രചരണം നടത്താൻ ഇവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ? അല്ലെങ്കിൽ അവരെ തോളത്തിൽ ഇരുത്തി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചത് കൊണ്ടല്ലേ? ഇത് ആദ്യത്തെ സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർണാടകത്തിൽ ഇവർ ഒന്നിച്ചാണ് മത്സരിച്ചത്. കർണാടകത്തിൽ കലാപം ഉണ്ടാക്കിയതിന് ശേഷം, പല സ്ഥലത്തും കലാപം ഉണ്ടാക്കിയതിന് ശേഷം അവരെ തോളിലേറ്റിക്കൊണ്ട് കോൺഗ്രസ്സുകാർ നടന്നില്ലേ? ആദ്യത്തെ തവണ 2018 KC വേണുഗോപാലാണ് ധാരണയുണ്ടാക്കിയത്. അതേ വേണു തന്നെയായിരിക്കും ഇത്തവണയും കേരളത്തിൽ ഈ നീക്കമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇവരുടെ കൊടിയെക്കുറിച്ച് വേണു ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പതാകയ്ക്ക് കൊടുക്കുന്ന മഹത്വം എന്താ? അതൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമല്ലേ? അതിലൊരു ദർശനമില്ലേ? അതിലൊരു ആശയമില്ലേ? അതിലൊരു ആത്മാവില്ലേ? ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഒരു പതാകയെ കുപ്പക്കൂട്ടിയിൽ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭയന്നിട്ട് ഇവർ തെരുവിലിറങ്ങി നടന്നാൽ അത് ആരാ വിശ്വസിക്കാൻ പോകുന്നേ? അത് തന്നെയാണ് ദേശീയ തലത്തിൽ നാളെ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളില്ലേ ഈ ലോക്സഭാ മണ്ഡലത്തിൽ? വണ്ടൂരും നിലമ്പൂരും ഏറനാടും. അവിടെ മുസ്ലിം ലീഗുകാർ ഈ പച്ചക്കൊടി മാറ്റി വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തുമോ? മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോം ഇല്ലാതെ കോൺഗ്രസ്സുകാർക്ക് അവിടെ ജയിച്ചു കയറാൻ പറ്റുമോ? ഇതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയില്ലേ? എന്നിട്ട് ഈ ജാതി
അഭിപ്രായ പ്രകടനങ്ങൾ എനിക്ക് സഹതാപമാ തോന്നുന്നേ. കോൺഗ്രസിന്റെ ഗതികേടാണ്. ശരി, ഇപ്പൊ അമയത്തെ കുറിച്ചും റായ്ബറേലിയെ കുറിച്ചും പറഞ്ഞല്ലോ നേരത്തെ. അല്ല, ഒരു മിനിറ്റ് കൂടി. റായ്ബറേലിയെ കുറിച്ച് പറഞ്ഞല്ലോ. എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഇവരെ ജയിപ്പിക്കുന്ന മണ്ഡല. ശരിയാണ്, 77 രണ്ടിടത്തും തോറ്റിട്ടുണ്ട്. ഇന്ന് അവർക്ക് അവിടെ ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് പോയി മത്സരിക്കാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് ഇന്ത്യ ഭരിക്കുന്നു പറഞ്ഞിട്ട് വയനാട്ടിൽ വന്നിട്ട് പ്രധാനമന്ത്രിയാകാൻ പോവാ ഉളുപ്പില്ലാതെ. എന്തൊരു നാണം കെട്ട രാഷ്ട്രീയമാ വേണു. ശരി, അവസാനമായി കാരശ്ശേരി മാഷെ. ശരി ശ്രീ കെ വി എസ് ഹരിദാസ്, അവസാനമായി കാരശ്ശേരി മാഷെ, ഇവിടെ ഇപ്പോൾ BJPക്ക് അമേഠിയിൽ മാത്രമേ പദ്ധതിയുള്ളൂ എന്ന് കരുതുന്നത് വിവേകശൂന്യമായിരിക്കും. കേരളം ഈ പറയുന്ന അവരുടെ ഒരു നാളെ അവർ പ്രതീക്ഷയോടെ കാണുന്നൊരു മേഖലയാണ്. അപ്പോൾ ഈ SDPI ഒക്കെയാണോ നാം പ്രധാനമായും ഇവിടെ ഏറ്റവും വലിയ വിഷയമായി എടുക്കേണ്ടത്? ഇപ്പോൾ ഈ CAA ബന്ധപ്പെട്ട കാര്യത്തിൽ BJPയുടെ ഏറ്റവും പയറ്റാൻ നോക്കിയത് എന്താണ്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കുക, ക്രിസ്ത്യാനികളെ പക്ഷത്തേക്കാക്കുക, ഇങ്ങനൊരു ധ്രുവീകരണത്തിനാണല്ലോ ശ്രമിച്ചത്. അപ്പോഴാണ് പിതാക്കന്മാർ ഈ ദുഃഖവെള്ളിയിൽ പറഞ്ഞത് ഈ CAA ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരന്മാർക്കൊപ്പം നിൽക്കണമെന്ന്. അതാണ് കേരളം. അപ്പോൾ അത്തരമൊരു പ്രതിരോധം കേരളത്തിൻ്റെ സ്വാഭാവികമായ ശക്തമായ മതനിരപേക്ഷ മനസ്സ് മുന്നോട്ട് വയ്ക്കുമ്പോൾ SDPയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന രൂപത്തിൽ രാഷ്ട്രീയമായി ലഘൂകരിക്കണോ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ? കൂടാതെ മാഷ്ടെ വിലയിരുത്തൽ എന്താണ്? ഈ 2019 ആവർത്തിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്ന് കരുതുന്നുണ്ടോ? അതിൻ്റെ തത്രപ്പാടാണോ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? വേണു, 2019 4,31,000 ചില്ലാനും വോട്ടിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. ഇവിടെ 7 മണ്ഡലങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പോൾ വന്നതെന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് സാമാന്യമായി വാതിലുള്ള ആരും പറയില്ല. അതേ ആളുകൾ തന്നെ SDPI ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ജോസഫ് മാഷ്ട കൈവെട്ടിയതോ അല്ലെങ്കിൽ അഭിമന്യുവിനെ കുത്തിക്കൊന്നതോ ഒക്കെ അതിലൊക്കെ പ്രതികളായത് PFIയുടെ ആളുകളാണ്. അവരുടെ വേറൊരു രൂപമാണ് SDPI എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപേക്ഷിച്ചു, തൽക്കാലം മാറ്റിവെച്ചു എന്നുള്ളത് പരിഹാസ്യമായി തീരാണ്. കാരണം SDPI ആണ് പകരം ഉള്ളത്. പിന്നെ ഈ ചർച്ചയ്ക്കുള്ളൊരു വലിയ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നത് SDPI കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആളുകളെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ പ്രാപ്തിയുള്ള വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടിയാണ് എന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. മലപ്പുറത്ത് 40,000 ചില്ലാനം വോട്ട് ബാങ്ക് വോട്ടുകൾ അവർക്കുണ്ടായിരുന്നു. പൊന്നാനിയിൽ 18,000 ചില്ലാനം. ബാക്കിയുള്ള 18 മണ്ഡലങ്ങളിലും 10,000, 5,000, 8,000, 6,000, 4,000 ഇങ്ങനെയൊക്കെയാണ് അവരുടെ വോട്ടിൻ്റെ കണക്ക് വായിച്ച ഓർമ്മ എനിക്കുള്ളത്. അപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് SDPI എന്നൊരു തോന്നൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ തന്നെ ഒരു അപകടമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ സമയത്ത് വേണു കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥ ഓർമ്മിക്കുകയാണ്. 1957 തോപ്പിൽ ഭാസി സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പ്രചരണം ഒരു ഘട്ടം എത്തിയപ്പോൾ പറഞ്ഞു, താനൊന്ന് മന്നത്ത് പത്മനാഭനെ കാണണം. എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചു. അല്ല, തൻ്റെ മണ്ഡലത്തിൽ കുറച്ച് നായന്മാരുടെ വോട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തോപ്പിൽ ഭാസി പറഞ്ഞു, എനിക്കൊരു നായരുടെയും വോട്ട് വേണ്ട. ഈ വിവരം അറിഞ്ഞ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്രേ, അവനൊരു തന്തയ്ക്ക് പറഞ്ഞ നായരാണ്, നമ്മൾ അവന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഏത് വോട്ടുണ്ടാന്ന് അറിഞ്ഞു തോപ്പിൽ ഭാസി ജയിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, 1924 അവരുടെ പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു മഹാത്മാഗാന്ധി. 1934 മാത്രമാണ് ഗാന്ധി കോൺഗ്രസ് രാജിവെച്ച് പോയിട്ടും മരണം വരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം 2 ആദർശങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. ഒന്ന് സത്യം, വേറൊന്ന് അഹിംസ. അത് രണ്ടുമില്ലെങ്കിൽ ജനാധിപത്യം ബാക്കിയാവുകയില്ല എന്നൊരു കണക്കുണ്ട്. BJPയുടെ കപട വ്യാജ രാഷ്ട്രീയത്തെ എതിർക്കാൻ ആ തരത്തിലുള്ള കളികളിലേക്ക് പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി പോയാൽ പിന്നെ എന്താ വ്യത്യാസം വരുന്നത് എനിക്കറിയില്ല. ലീഗ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലീഗ് ഒരു തീവ്രവാദ സംഘടനയല്ല, അതൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ഞങ്ങൾ അവരുടെ കൊടി പിടിക്കും എന്നൊരു നിലപാട് എടുക്കുകയാണ്
UDF-നകത്തെ ലീഗുകാരോട് കോൺഗ്രസ്സുകാർ കാണിക്കേണ്ടത്. അപ്പോൾ ഈ കൊടികളൊക്കെ താഴ്ത്തി വെച്ചിട്ട് ഇവരുടെ ദുഷ്പ്രചാരത്തെ പേടിക്കുന്ന തരത്തിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരോട് പൊരുതാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നൗഷാദ് അലിയുടെ കഥ അശ്വത്ഥാമ ഹത കുഞ്ചര എന്നുള്ള കഥ തീർച്ചയായിട്ടും ഒരു കഥ എന്നുള്ളതിലേക്ക് നല്ലതാണ്. പക്ഷേ ആദർശം ബലികഴിച്ച് യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ ആ പേര്, അദ്ദേഹത്തിൻ്റെ സൽപ്പേര് കളഞ്ഞതിൻ്റെ കഥയായിട്ടാണ് വ്യാസൻ മഹാഭാരതത്തിൽ ആ കഥ പറഞ്ഞത്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്തിട്ട് അതേ യുധിഷ്ഠിരൻ യുദ്ധം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ വിജയം പരാജയം തന്നെയെന്ന്. ഞാനത് ആവർത്തിക്കുകയാണ്. യുധിഷ്ഠിരൻ മഹാഭാരതത്തിൻ്റെ അവസാനം പറയുന്നത് ഈ വിജയം പരാജയം തന്നെയെന്നാണ്. ഒരു ഭാഗത്ത് 3 പേരും ഒരു ഭാഗത്ത് 5 ആളും ബാക്കിയായ ഒരു മഹായുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതം. ഹിംസയ്ക്കെതിരായിട്ട് എഴുതപ്പെട്ട പുസ്തകമാണത്. 18 അക്ഷൗഹിണിപ്പട 18 ദിവസം യുദ്ധം ചെയ്തിട്ട് ഇങ്ങനെയാണ് ബാക്കിയായത്. ആ ധർമ്മപുത്രർ പാണ്ഡവന്മാരിൽ ജ്യേഷ്ഠനായ ഏറ്റവും വലിയ ധാർമ്മികനാണ് എന്ന് അഭിമാനിച്ചിരുന്ന ആ യുധിഷ്ഠിരന് വിജയം പരാജയം തന്നെ എന്ന് പറയേണ്ടി വന്നു. കാരണം അധാർമികമായ വിജയങ്ങളൊക്കെ ആത്യന്തികമായി പരാജയത്തിലാണ് കലാശിക്കുക. മുസ്ലിം ലീഗ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ അവരെ അനുവദിക്കണം. അത് നിങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗ് ചീത്തയാണെങ്കിൽ മുസ്ലിം ലീഗ് നിങ്ങൾ മുന്നണിയിൽ നിന്ന് പുറത്താക്കണം. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധാർമ്മികത കാണിച്ചില്ലെങ്കിൽ അതായിരിക്കും ആ പതാകയേക്കാൾ കൂടുതൽ കോൺഗ്രസിന് ആപത്തായിട്ട് അഖിലേന്ത്യാ തലത്തിൽ വരാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കും.